ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്നതാണ്. വീശി അടിച്ചിട്ടൊന്നുമില്ല, പക്ഷേ നല്ല ലെയറുകളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ലെയറുകളൊക്കെ ഉള്ള പൊറോട്ട നമുക്ക് വീശി അടിക്കാതെ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പൊറോട്ടയ്ക്ക് വേണ്ടി നമ്മൾ മൈദാമാവാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 1/2 kg മൈദാമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിൽ ഞാൻ മുട്ടയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ പഞ്ചസാരയും ഉപ്പും മാത്രമേ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ചേർത്തിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളം മാവിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ 1/4 കപ്പ് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ 1/2 കപ്പ് വെള്ളം ചേർത്തു. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഇത് വീണ്ടും കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ലാസ്റ്റ് ചേർത്ത 1/4 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് വെള്ളം മുഴുവനും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൽ 1-2 സ്പൂൺ വെള്ളം മിച്ചമുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന 1/4 കപ്പ് വെള്ളം കുറേശ്ശായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇത് കയ്യിൽ നന്നായിട്ട് ഒട്ടുന്ന ആ ഒരു പാകത്തിലായിരിക്കും. അതിനുശേഷം നമ്മൾ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ പൊറോട്ട തയ്യാറാക്കുമ്പോൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത്. പിന്നെ ഇത് എത്ര ടൈം നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റുമോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പൊറോട്ട കിട്ടും. അപ്പോൾ ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ ഇത് കുഴച്ചെടുക്കണം. 15 മിനിറ്റിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ മാവ് ഒന്ന് വലിച്ച് നീട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് വലിഞ്ഞ് നീണ്ടു വരും. അപ്പോൾ ഒരു ഇലാസ്റ്റിക് സ്വഭാവം ആ ഒരു രീതിയിലായി വരും. അപ്പോൾ അതുവരെ നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കണം. അതിനുശേഷം ഞാൻ ഇത് പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് ഓയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് കവർ ചെയ്ത് വെക്കുകയാണ്. കവർ ചെയ്ത് വെക്കുന്നത് ഒരു നനഞ്ഞ ടവൽ വെച്ചിട്ടാണ്. അപ്പോൾ ടവലൊന്ന് നനച്ചതിന് ശേഷം അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. വെള്ളത്തോടു കൂടി വെക്കരുത്. എന്നിട്ട് ഇനി ഇതൊരു 2 മണിക്കൂർ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. 2 മണിക്കൂറിന് പകരം ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഇത് 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും ഇത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ മാവ് നമ്മൾ ആദ്യമേ കുഴച്ച് വെച്ചതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ മാവ് ഒന്ന് കുഴച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇത് വീണ്ടും ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് റോൾ ചെയ്തെടുക്കട്ടെ. ഇപ്പം ഞാനിത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിത് ബോൾസ് ആക്കി എടുക്കാനുള്ളതാണ്. ഇപ്പം ഞാൻ റോൾ ചെയ്തെടുത്തത് 2ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ ബോളാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിൽ നിന്നും ഒരു ഭാഗം എടുത്തിട്ട് അതിൽ നിന്നും ഇതുപോലെ ബോൾസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് ഞാൻ 4 ബോളാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ 2 എണ്ണത്തിൽ നിന്നും 8 ബോൾ റെഡിയാക്കി എടുക്കും. അപ്പോൾ 1/2 kg മൈദാമാവിൽ നിന്ന് നമ്മൾ 8 ബോൾസാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഓരോ ബോളും റെഡിയാക്കിയതിന് ശേഷം നമ്മൾ അതിന് മുകളിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കണം. ഇത് ഒട്ടും തന്നെ ഡ്രൈ ആയി പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ ബോൾസും റെഡിയാക്കി അതിന് മുകളിൽ ഓയിൽ തടവിയതിന് ശേഷം മാത്രം വയ്ക്കുക. ഇപ്പം ഞാൻ 8 ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ചും കൂടി ഓയിൽ നമുക്കൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം വെറ്റായിട്ടുള്ള ക്ലോത്ത് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ പൊറോട്ടയുടെ മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഒട്ടും തന്നെ ഡ്രൈ ആയി പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പിലും നന്നായിട്ട് മുകളിൽ ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം വെറ്റായിട്ടുള്ള ക്ലോത്ത് കൊണ്ട് കവർ ചെയ്ത് വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ 8 ബോൾസും റെഡിയാക്കി എന്നിട്ട് വെറ്റായിട്ടുള്ള ക്ലോത്ത് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു 1/2 hour ഇതുപോലെ തന്നെ വെക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1/2 hourന് ശേഷം ആ ക്ലോത്ത് ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കണം. അതിനുശേഷം കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ഇതിങ്ങനെ കൈകൊണ്ട് പരത്തി എടുക്കുമ്പോൾ നമ്മൾ ഇതിന് മുകളിൽ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിതിങ്ങനെ കൈകൊണ്ട് തന്നെ പരത്തി എടുക്കാൻ സാധിക്കും. റോളറിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഞാനിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പരത്തി എടുത്തതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് മൈദാമാവ് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. നമ്മൾ ഇതിന് മുകളിൽ ഓയിൽ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം വേണം മൈദാമാവ് ഇതുപോലെ ഇട്ടിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കാൻ. അപ്പോൾ ലെയറുകളൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൈദാമാവ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ബോളാക്കി വെച്ച മൈദാമാവ് പരത്തിയെടുക്കുമ്പോൾ അതിലേക്ക് നന്നായിട്ട് തന്നെ ഓയിൽ തേച്ച് കൊടുക്കണം. അതിലൊട്ടും തന്നെ പിശുക്ക് കാണിക്കരുത്. അങ്ങനെ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കിത് നല്ല തിന്നായിട്ട് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ മുഴുവനും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്നിച്ച് ഇതുപോലെ ഒന്നാക്കി കൊടുക്കണം.
ഇപ്പോൾ ഞാനിത് രണ്ട് സൈഡിൽ നിന്നുള്ളത് ഇതുപോലെ ഒന്നിച്ചാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് പതിയെ ഒന്ന് വലിച്ച് നീട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കൈവിരൽ കൊണ്ട് ചുറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ചുറ്റിയെടുക്കുന്നത്. അത് നിങ്ങളുടെ കൺവീനിയൻസ് പോലെ ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ലെയേഴ്സൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ലെയറുകളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അതിന് മുകളിലും നന്നായിട്ട് തന്നെ ഓയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓയിലൊക്കെ തേച്ച് ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നമ്മൾ ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണ്. ഇതൊരു 10-15 മിനിറ്റൊക്കെ കവർ ചെയ്ത് വെച്ചാൽ മതിയാവും. അതിനുശേഷം കൗണ്ടർ ടോപ്പിൽ വീണ്ടും നമ്മൾ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ച റോള് അതിന് മുകളിൽ വെച്ചിട്ട് നമ്മളിതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് തിന്നായിട്ട് പരത്തി എടുക്കരുത്. അങ്ങനെ തിന്നായിട്ട് പരത്തി എടുത്തു കഴിഞ്ഞാൽ ലെയറുകളൊക്കെ വിട്ടുപോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് പരത്തി എടുക്കുക. അതിനുശേഷം നന്നായിട്ട് ചൂടായിരിക്കുന്ന പാനിലേക്ക് ഇത് വെച്ച് കൊടുക്കണം. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിനുശേഷം ഇതിന് മുകളിൽ നമ്മൾ എടുത്ത് വെച്ചിരുന്നതിൽ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് കളർ മാറി തുടങ്ങുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡിൽ നമ്മൾ ഓയിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. അതിനുശേഷം വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ബ്രൗൺ ഷെയ്ഡായി വരണം. അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ബ്രൗൺ ഷെയ്ഡായി കിട്ടും. പിന്നെ നമ്മുടെ പൊറോട്ടയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് തന്നെ ഓയിൽ തേച്ച് കൊടുക്കണം. അപ്പോൾ രണ്ട് സൈഡിലും നന്നായിട്ട് തന്നെ ഓയിൽ തേച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡും 2-3 തവണയൊന്ന് തിരിച്ചും മറിച്ചു വിട്ട് പൊറോട്ട വേവിച്ചെടുക്കണം. പിന്നെ ഈ പൊറോട്ടയിൽ നമ്മൾ മുട്ടയൊന്നും ചേർത്തിട്ടില്ല. അപ്പം മുട്ട കഴിക്കാത്തവർക്കും വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്കും ഒക്കെ തന്നെ തയ്യാറാക്കാവുന്ന ഒരു പൊറോട്ടയാണ്. ഇപ്പോൾ ഈ പൊറോട്ടയൊക്കെ നന്നായിട്ട് വെന്ത് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇത് പാനിൽ നിന്ന് മാറ്റുവാണ്. അപ്പോൾ ഇങ്ങനെ പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഒരു 3-4 പൊറോട്ട ആയതിനു ശേഷം നമ്മൾ അത് ചൂടോടുകൂടി തന്നെ കൈകൊണ്ട് ഒന്ന് അടിച്ചെടുക്കണം. നമ്മൾ പൊറോട്ട അടിച്ചെടുക്കുമ്പോൾ അത് 3-4 എണ്ണം ആയതിനു ശേഷം ചൂടോടുകൂടി തന്നെ അടിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ലെയേഴ്സൊക്കെ കറക്റ്റായിട്ട് സെപ്പറേറ്റ് ആയി കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ചൂടോടുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ലെയേഴ്സൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിൻ്റെ ലെയേഴ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ലെയേഴ്സൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വീശി അടിക്കേണ്ട ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്